വെറും 53 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ കിച്ചൺ വരുന്നത്. താഴെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും മുകളിൽ വേറെ 2 ബെഡ്റൂമുകളും. നിങ്ങളിപ്പോൾ കണ്ടതുപോലുള്ള 2 വീടുകളാണ് ഈ ഒരു വില്ല പ്രൊജക്ടിൽ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ലൊക്കേഷൻ വ്യക്തമായി പറയുകയാണെങ്കിൽ പെരിങ്ങാലയ്ക്കടുത്താണ്. പള്ളിക്കര പെരിങ്ങാലയ്ക്കടുത്താണ് കാണിനാട് വരുന്നത്. കാണിനാടുള്ള ഈ ഒരു വീട്ടിൽ നിന്ന് പെരിങ്ങാലയിലേക്ക് നമുക്ക് 1.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇൻഫോ പാർക്കിലേക്ക് 6.9 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 11 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 18 കിലോമീറ്ററും, ആലുവ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 17 കിലോമീറ്റർ, തൃപ്പൂണിത്തറയിലേക്ക് വെറും 11 കിലോമീറ്റർ. എയർപോർട്ട് ഈസിയാണ്. 26 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. ഈ ഒരു വില്ല പ്രൊജക്ടിൽ 15ഓളം വില്ലകളാണ് വരുന്നത്. ഇതിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ടുള്ള ടാർ റോഡാണ്. മെയിൻ റോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ടാർ റോഡാണ് നമുക്ക് ഇങ്ങോട്ടും വരുന്നത്. ഇവിടെ എല്ലാം തന്നെ നിറയെ വില്ലകളാണ്. ഏകദേശം എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റിന്റെ ജിയ പൈപ്പിന്റെ ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ സ്ക്വയർ ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഡിസൈൻ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് വന്നിട്ട് സ്ലൈഡിങ്ങും ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡിംഗ് മെത്തേഡിലും ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയ എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനുകളാണ് പെയിന്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള യാതൊരു വർക്കുകളും ചെയ്യാതെ സിമ്പിൾ എലിവേഷൻ ആണ് വീടിന് വരുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ഷോലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഫ്ലോറുകളിലെല്ലാം തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. സ്ട്രേറ്റ് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാം. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ഈ ഒരു ടൈല് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ എല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ്. നല്ല വൈഡ് ആയ സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കിച്ചണിന്റെ ഒക്കെ ഒരു ഭാഗം നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസും കിട്ടുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടെയും സ്പേഷ്യസ് ആയ ഏരിയ ആണ് കിട്ടുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ കാർ പാർക്കിംഗ് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു കോർണറിലായിട്ട് കിണർ വരുന്നുണ്ട്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. വെള്ളത്തിനുള്ള സോഴ്സ് കിണറാണ്. ഇവിടെ കംപ്ലീറ്റ് മെറ്റൽ ഷിപ്പുകളാണ്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ട് ഇവിടെയാണ്. ഇത് 2 or 3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വൈറ്റ് കളറിലെ ഡിസൈൻ ഉള്ള ടൈലാണ് കിട്ടുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഇങ്ങനെയാണ്. നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലാൻഡ് അളവ് അറിയണ്ടേ? ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് 2 വീടുകൾ സെയിലിനായിട്ടുണ്ട്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3,100, 3,200 എന്നിങ്ങനെയുള്ള ലാൻഡ് അളവുകളിലാണ് 53 ലക്ഷത്തിന്റെ 2 വീടുകൾ സെയിലിനായിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1,150 ആണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നേരെ വന്നിട്ട് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 18 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് കളറിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസ് വെച്ചിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്വിച്ചസ് കേബിളൊക്കെ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. നമുക്ക് റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത്. ഹിന്ദു വെയറിന്റെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ആയിട്ടാണ് 1ാമത്തെ ബെഡ്റൂം വരുന്നത്. താഴെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് നമുക്ക് സ്ട്രെയിറ്റ് കടന്നു വരുമ്പോഴും ലെഫ്റ്റ് സൈഡിലായിട്ട് 2 വിൻഡോസുമാണ് കിട്ടുന്നത്. ഈ ഒരു വീട് ആസിറ്റിക് കണ്ടീഷനിൽ എങ്ങനെയാണോ ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് 53 ലക്ഷം രൂപയ്ക്ക് തരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ജെറേഡയാണ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തോടു കൂടി വെറ്റ് ആൻഡ് ഡ്രൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്.
ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി കഴിയുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ഭാഗത്താണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. അവിടെ നമുക്ക് 2 വിൻഡോസ് കാണാം. ഹാൻഡ് റൈൽസിന്റെ ഭാഗമൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്ത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചണിന്റെ സ്ഥാനം. ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ്. നമുക്ക് കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. 2 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ടൊക്കെ സ്പേസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അവിടെ തന്നെയാണ് പവർ പോയിന്റിന്റെ കണക്ഷൻ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അവിടെ ഓപ്പൺ സ്പേസ് ആണ്, വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് ഇതുപോലുള്ള ചെറിയ സ്പേസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനായിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് കിട്ടുന്നത്. ഫ്രണ്ടിലൊക്കെ വീടുകളാണ്. അവിടെ എല്ലാം തന്നെ ആളുകൾ താമസമായ നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് തന്നെയാണെന്ന് പറയാവുന്നതാണ്. ബാൽക്കണി നമ്മൾ കണ്ടു. ബാൽക്കണിയുടെ അടുത്തായിട്ടാണ് ടോട്ടലി നോക്കുവാണെങ്കിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 12 അടി നീളവും 11 അടി വീതിയുമാണ്. ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ കളർ ടൈലാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല വലുപ്പം കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. അവിടെ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആണ്. എയർ ഹോൾ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു വലിയ ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. ബാത്റൂമിനകത്ത് ഗ്രേ കളറാണ് ടൈലുകൾ വിരിച്ചിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വീടാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാവുന്ന ഇതുപോലുള്ള 2 വീടുകളാണ് ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് വരുന്നത്. ഏകദേശം 10-15ഓളം വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്ത് 2 വീടുകളും കൂടിയാണ് ഇനി സെയിലിനായിട്ടുള്ളത്. നമുക്കിത് വരുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര പെരിങ്ങാലക്കടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിലേക്ക് ഇവിടുന്ന് 1.8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് 2 വീടുകളുണ്ട്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3,100, 3,200 എന്നിങ്ങനെയുള്ള ലാൻഡ് അളവുകളിലാണ്. സ്ക്വയർ ഫീറ്റ് 2 വീടുകളുടെയും സെയിം ആണ്. 1,150 സ്ക്വയർ ഫീറ്റിലാണ് 2 വീടുകളും ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. നമുക്ക് ഈ ഒരു വീട് നിങ്ങൾ കണ്ടു. 2 കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വെറും 53 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിച്ചാൽ വളരെ ചെറുതായിട്ട് മാത്രമാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്ത് നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതാണ്. നിങ്ങൾക്കറിയാം 53 ലക്ഷം രൂപയ്ക്ക് വീടുകൾ കിട്ടുന്നത് വളരെ കുറവാണ്. ബസ് റൂട്ട് വളരെ അടുത്താണ്. നമുക്ക് ഏകദേശം 200-250 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇതുപോലുള്ള വില്ല പ്രൊജക്ടുകളിൽ ഈ ബഡ്ജറ്റിൽ വീടുകൾ കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് സെയിലായി പോവുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ലോൺ ആയിട്ട് എടുക്കാവുന്നതാണ്. ഞങ്ങൾ തന്നെ ലോൺ എടുത്ത് തരാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു തരുന്നതായിരിക്കും. ഒട്ടും ഡിലേ വെക്കേണ്ട. മാർബിൾ ഹോംസിന്റെ നമ്പറുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഫോൺ എടുക്കുക, വിളിക്കുക, വീടുകൾ സ്വന്തമാക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.